വെബ് ടെക്നോളജി ചാപ്റ്റർ 4 പാർട്ട് 1. ആദ്യം വെബ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. വെബ് പേജ്, വെബ്സൈറ്റ്, വെബ് സെർവർ, വെബ് ബ്രൗസർ. വാട്ട് ഈസ് എ വെബ് പേജ്? A web page is a hypertext document on the World Wide Web. It may contain text, graphics, sounds, animations and movies. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിനെയാണ് വെബ് പേജ് എന്ന് പറയുക. വെബ് പേജസിനുള്ളിൽ ടെക്സ്ച്വൽ കണ്ടൻസ് ഉണ്ടാവാം, ഗ്രാഫിക്സ് ഉണ്ടാകാം, സൗണ്ട്സ് ഉണ്ടാകാം, ആനിമേഷൻസ് ഉണ്ടാകാം, മൂവീസ് ഉണ്ടാകാം. പലതരത്തിലുള്ള മീഡിയാസ് വെബ് പേജിനകത്ത് ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Now we can see what is a website. A website is a collection of web pages. A website consisting of several web pages are designed to give information about an organization, product, service, etc. വെബ് പേജസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുക. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് മേ ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓർഗനൈസേഷൻ, പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസസിനെ കുറിച്ചോ ഒക്കെ ഇൻഫർമേഷൻ നൽകുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും വെബ്സൈറ്റിൽ ഉണ്ടാവുക. അതിന് എക്സാമ്പിൾസ് നോക്കാം. google.com, amazon.com, wikipedia.org ഇതൊക്കെയാണ് പോപ്പുലർ വെബ്സൈറ്റ്സിന് എക്സാമ്പിൾസ്. വെബ്സൈറ്റിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ പീപ്പിളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. Now, what is a web server? The term web server refers to the server computer that hosts websites. നമ്മൾ സെർവർ എന്താണെന്ന് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഇയർ +1. What is a server? Server is a computer that provides services to client. ക്ലയൻറ്റിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ എന്ന് പറയുന്നു. അപ്പോൾ ക്ലയൻറ്റ് എന്താ? ക്ലയൻറ്റ്സ് ആർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് റിക്വസ്റ്റ് സർവീസസ് ഫ്രം ദി സെർവർ. അതിന് എക്സാമ്പിളാണ് യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ ക്ലയൻറ്റ്സ് ആണ്. വി റിക്വസ്റ്റ് സർവീസസ് ഫ്രം ദി സെർവർ. അപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന സെർവറിന് നമ്മൾ പ്രത്യേകം പേര് പറയുന്നു, ദാറ്റ് ഈസ് വെബ് സെർവർ. So what is a web server? It refers to the server computer that hosts websites. ഈ സെർവർ കമ്പ്യൂട്ടറിലാണ് വെബ്സൈറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. വെബ് സെർവേഴ്സ് ആർ സെർവർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് hosts or stores websites. The web server uses the web server software to store the pages of the websites and delivers it on request from the client. ഇങ്ങനെയുള്ള വെബ് സെർവറിൽ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ആണ് വെബ്സൈറ്റിൻ്റെ പേജസ് സെർവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് പേജസ് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി വെബ് ബ്രൗസർ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ വെബ് ബ്രൗസർ? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് വി യൂസ് ടു റിട്രീവ് ഓർ പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ടു നാവിഗേറ്റ് ത്രൂ വെബ് പേജസ് ഇൻ ദ വേൾഡ് വൈഡ് വെബ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് വെബ് ബ്രൗസർ? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായി ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് വി യൂസ് ടു റിട്രീവ് ഓർ പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ടു നാവിഗേറ്റ് ത്രൂ ദി വെബ് പേജസ് ഇൻ ദ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൽ നിന്നും വെബ് പേജസ് എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് നമുക്ക് പറയാം. ബ്രൗസർ റൺ ചെയ്യുന്നത് എവിടെയാണ്? ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലാണ് ബ്രൗസർ റൺ ചെയ്യുക. അപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എടുക്കാനും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനും സാധിക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ് നോക്കാം. ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഒപ്പേറ ആൻഡ് സഫാരി. How was this website made available on the internet?
ഈ വെബ്സൈറ്റ്സ് എല്ലാം എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത്? അതിന് ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നുകൂടെ പറയുന്നു. വെബ് പേജസ് ആർ സ്റ്റോർഡ് ഇൻ വെബ് സെർവേഴ്സ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ടു അതേഴ്സ്. ഓരോ ഓർഗനൈസേഷനും ഡെവലപ്പ് ചെയ്യുന്ന വെബ് പേജസ് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യുന്നു. അതുവഴി മറ്റുള്ളവർക്ക് ഇത് ലഭ്യമാവുകയും ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. നമുക്കറിയാം, വെബ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നു, സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് റെസ്പോൺസ് കിട്ടുന്നു. ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർനെറ്റിൽ നടക്കുന്നത്. ക്ലയൻറ്റ് എപ്പോഴും ഇൻ്റർനെറ്റിൽ നിന്നും വെബ് പേജസ് ആക്സസ് ചെയ്യുന്നത് വെബ് ബ്രൗസറിലൂടെയാണ്. ക്ലയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? നമ്മൾ, അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടറാണ് ക്ലയൻറ്റ്സ് എന്ന് പറയാം. ആദ്യം എന്താ ചെയ്യുക? ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ഒരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. URL മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതൊരു അഡ്രസ്സാണ് അല്ലേ? അതൊരു അഡ്രസ്സാണ്. ആ ഒരു URLൻ്റെ ഒരു പാർട്ടാണ് ഡൊമെയിൻ നെയിം. ഫോർ എക്സാമ്പിൾ www.google.com എന്ന് പറയുമ്പോൾ google.com എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ നെയിമാണ്. ഈ ഡൊമെയിൻ നെയിം നമുക്ക് അതേപടി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഡൊമെയിൻ നെയിം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നെയിമാണ്. പക്ഷേ ഓരോ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ഓരോ സെർവറിനും ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസിനും IP അഡ്രസ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഡൊമെയിൻ നെയിമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആ IP അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അതിനായി ആദ്യം ബ്രൗസറിൽ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ URL ഡൊമെയിൻ നെയിം സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. നമുക്ക് ധാരാളം ഡൊമെയിൻ നെയിം സെർവേഴ്സ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പനീസിനെയാണ് ISPs എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതിന് എക്സാമ്പിളാണ് BSNL, എയർടെൽ, ഏഷ്യാനെറ്റ്. ഇങ്ങനെ ഒരുപാട് ISPs അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഓരോ ISPക്കും ഒരു DNS സെർവർ ഉണ്ടാകും, ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവർ. ആ സെർവറിനുള്ളിൽ ഡൊമെയിൻ നെയിംസും അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ബ്രൗസറിൽ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ISPയുടെ ഡൊമെയിൻ നെയിം സെർവറിൽ പോയി ഈ URLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് സെർച്ച് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ IP അഡ്രസ്സ് കിട്ടിയതിന് ശേഷം IP അഡ്രസ്സ് ഏത് സെർവറിനെയാണോ സൂചിപ്പിക്കുന്നത് ആ സെർവറിലേക്ക് ബ്രൗസർ കണക്ട് ചെയ്യുന്നു. ഓരോ വെബ് സെർവറിലും ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. നമുക്കറിയാം, വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഓരോ സെർവർ കമ്പ്യൂട്ടറിലും വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ഈ സോഫ്റ്റ്വെയർ ആണ് ക്ലയൻറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്ത് റിക്വസ്റ്റിനനുസരിച്ചുള്ള വെബ് പേജ് ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വെബ് സെർവർ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന വെബ് പേജിനെ ക്ലയൻറ്റ് ബ്രൗസർ റിസീവ് ചെയ്യുന്നു. ആ ഒരു വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. All computers or devices connected to web need to understand each other, so they follow the same protocol, namely TCP/IP, Transmission Control Protocol or Internet Protocol. ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും പരസ്പരം മനസ്സിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ തരത്തിലുള്ള പ്രോട്ടോക്കോളാണ് എല്ലാ കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യുക. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല, ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ദാറ്റ് ഈസ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. TCP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. റൂട്ടിംഗ് ഓഫ് എ ഡേറ്റ പാക്കറ്റ് ഫ്രം എ സെൻഡർ ടു എ റെസിപ്പിയൻറ്റ്. ഇവിടെ ഒരു സെൻഡർ കമ്പ്യൂട്ടറും റെസിപ്പിയൻറ്റ് കമ്പ്യൂട്ടറും തന്നിട്ടുണ്ട്. ഇവിടെ സെൻഡറിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് TCP/IP പ്രോട്ടോക്കോൾ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ TCP എന്നുള്ള പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നു, അതുപോലെ IP പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കാനാണ് ഇങ്ങനൊരു ഡയഗ്രാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സെൻഡർ കമ്പ്യൂട്ടറിൽ നിന്ന് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ ഡിഫറെൻറ്റ് പാക്കറ്റ്സായി ഡിവൈഡ് ചെയ്യുന്നു. അത് ചെയ്യുന്നതാരാണ്? TCP പ്രോട്ടോക്കോൾ. അങ്ങനെ ഡിവൈഡ് ചെയ്ത പാക്കറ്റിനെ നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യുന്നു.
നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന പല റൂട്ടേഴ്സും കടന്നിട്ടാണ് ഈ ഒരു പാക്കറ്റ് റെസിപ്പിയൻ മെഷീനിൽ എത്തുക. ഓരോ റൂട്ടറിൽ എത്തുമ്പോഴും അത് ഏത് ഡെസ്റ്റിനേഷൻ മെഷീനിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി ആ പാത്ത് തിരിച്ചുവിടുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ് ഡീറ്റെയിൽസ് ഈ പാക്കറ്റിനോടൊപ്പം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓരോ പാക്കറ്റിനും ഓരോ സീക്വൻസ് നമ്പർ കൂടെ അസൈൻ ചെയ്തിട്ടുണ്ടാകും. അത് കാരണം റെസിപ്പിയൻ കമ്പ്യൂട്ടറിൽ എത്തുമ്പോഴും ഈ ഡേറ്റ പാക്കറ്റ്സ് ഒറിജിനൽ ഫോമിലേക്ക് അറേഞ്ച് ചെയ്ത് റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ മെസ്സേജ് റീഡ് ചെയ്യാനായി സാധിക്കുന്നു. TCP റീഅസംബിൾസ് ദ ഡേറ്റ പാക്കറ്റ്സ് ബാക്ക് ടു ഒറിജിനൽ ഫോം അറ്റ് ദ റെസിപ്പിയൻ മെഷീൻ. ഇപ്പോൾ റെസിപ്പിയൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഈ പാക്കറ്റ്സ് എത്തുമ്പോൾ TCP പ്രോട്ടോക്കോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് റീഅസംബിൾ ചെയ്ത് ശരിക്കുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒറിജിനൽ മെസ്സേജാക്കി വായിക്കാനായി റെസിപ്പിയൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. ഇതിനിടയ്ക്കുള്ള റൂട്ടിംഗ് സ്റ്റെപ്പ് 2 നോക്കുക. ദ പാക്കറ്റ്സ് ട്രാവൽ ഫ്രം റൂട്ടർ ടു റൂട്ടർ ഓവർ ദ ഇൻ്റർനെറ്റ് അക്കോർഡിംഗ് ടു ദ IP. ഇടയ്ക്കുള്ള റൂട്ടിംഗ് കൺട്രോൾ ചെയ്യുന്നത് IP പ്രോട്ടോക്കോളാണ്. ഒരു റൂട്ടറിൽ നിന്നും മറ്റൊരു റൂട്ടറിലേക്ക് ഡേറ്റ പാക്കറ്റ്സ് ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവലിംഗ് കൺട്രോൾ ചെയ്യുന്നത് IP പ്രോട്ടോക്കോളാണ്. ഈ ഒരു രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതിനുപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? TCP/IP പ്രോട്ടോക്കോൾ. TCPയുടെ ഫംഗ്ഷനും IPയുടെ ഫംഗ്ഷനും സെപ്പറേറ്റായി മനസ്സിലാക്കേണ്ടതുണ്ട്. സെൻറ്റർ കമ്പ്യൂട്ടറിൽ നിന്നും ഡേറ്റ ഡിഫറെൻറ്റ് പാക്കറ്റ്സായി ഡിവൈഡ് ചെയ്യുന്നതും റെസിപ്പിയൻ കമ്പ്യൂട്ടറിൽ റീച്ച് ആകുന്ന ഡേറ്റ റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും TCP പ്രോട്ടോക്കോളാണ്. ഇടയ്ക്കുള്ള ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള പാസേജ് കൺട്രോൾ ചെയ്യുന്നത് IP പ്രോട്ടോക്കോളാണ്. ഒരു റൂട്ടറിൽ നിന്ന് മറ്റൊരു റൂട്ടറിലേക്ക് ഡേറ്റ പോകുമ്പോൾ അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചുവിടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതും IP പ്രോട്ടോക്കോളാണ്. റൂട്ടിംഗ് ഓഫ് പാക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ IP പ്രോട്ടോക്കോൾ. IP പ്രോട്ടോക്കോളിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായുണ്ട്. IP protocol, that is Internet Protocol, provides the basis of all communication over Internet. ഇൻ്റർനെറ്റിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കൺട്രോൾ ചെയ്യുന്നത് IP പ്രോട്ടോക്കോളാണ്. IP പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The routers need not be programmed separately to handle different types of data. നേരത്തെ പറഞ്ഞല്ലോ, നെറ്റ്വർക്കിലൂടെ പാക്കറ്റ്സ് പാസ് ചെയ്യുമ്പോൾ അത് പല റൂട്ടേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പലതരത്തിലുള്ള ഡേറ്റ ആയിരിക്കും ഓരോ പാക്കറ്റിലും സ്റ്റോർ ചെയ്തിരിക്കുക. പക്ഷേ റൂട്ടർ അതറിയേണ്ട ആവശ്യമില്ല. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ അടങ്ങിയ പാക്കറ്റ് ആയാലും റൂട്ടർ അത് ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്ത് പാസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ദ റൂട്ടേഴ്സ് നീഡ് നോട്ട് ബി പ്രോഗ്രാംഡ് സെപ്പറേറ്റ്ലി ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. പാക്കറ്റിൽ വരുന്ന ഡേറ്റ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കി വ്യത്യസ്തമായ രീതിയിൽ റൂട്ടർ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെക്കൻഡ് പോയിന്റ് നോക്കാം. റൂട്ടേഴ്സ് ഡു നോട്ട് നീഡ് ടു നോ അബൌട്ട് ദി ഡേറ്റ ദേ ആർ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ആർ കൺസേൺ ഓൺലി അബൌട്ട് ദി അഡ്രസ് ടു വിച്ച് ദ പാക്കറ്റ് ഈസ് ടു ബി ഡെലിവേർഡ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കുറച്ചുകൂടെ വിശദീകരിക്കുന്നത്. റൂട്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്തുമാത്രം അറിഞ്ഞാൽ മതി, പാക്കറ്റിനകത്തുള്ള അഡ്രസ്സ് എന്താണ്, ഏത് മെഷീനിലേക്കാണിത് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ റൂട്ടർ അറിയേണ്ടതായിട്ടുള്ളൂ. ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് TCP/IP എന്നുള്ള പ്രോട്ടോക്കോൾ ശരിക്കും ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രോട്ടോക്കോൾസ് കൂടുതലായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതിന് ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. കണ്ടൻറ് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സിനകത്ത് മെസ്സേജസ് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ കണ്ടൻറ് വെബ്സൈറ്റ്സിനുള്ളിൽ വീഡിയോസും ഓഡിയോസും ഹാൻഡിൽ ചെയ്യാം. എക്സാമ്പിൾ എന്താണ്? യൂട്യൂബ്. ബാങ്കിങ് വെബ്സൈറ്റ്സ്, ഇതെല്ലാം ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ബാങ്കിങ് വെബ്സൈറ്റ്സിനുള്ളിൽ മണി ട്രാൻസ്ഫർ സെക്യൂറായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റിനുള്ളിൽ ഉപയോഗിക്കാൻ പാകത്തിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസാണ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം TCP/IP പ്രോട്ടോക്കോൾ ഇത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഓപ്പൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ അനേകം സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്.
ദിസ് ഓൾസോ ലീഡ്സ് ടു എക്കണോമിക് സക്സസ് ഓഫ് ദി ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനെ രണ്ട് രീതിയിൽ പറയാം. First one, client to web server communication or client to server communication. Client means the browser. Browser to web server communication. രണ്ടാമത്തേത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സിംപ്ലി പറയുവാണെങ്കിൽ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി. ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ അത്യാവശ്യമായിട്ടുള്ള രണ്ട് ടേംസാണ് ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി. ഓതൻറ്റിക്കേഷൻ ഓൺ ദ വെബ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് whether a computer or server is the computer that it claims to be. എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറോ സെർവറോ നമ്മൾ നേരിട്ടത് കണ്ട് മനസ്സിലാക്കുന്നില്ലല്ലോ ഇത് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ തന്നെയാണ് ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഓതൻറ്റിക്കേഷൻ? It is the process of determining whether a computer or server is the computer that it claims to be. Then the next one is security. Internet communication is to be secured. അല്ലെങ്കിൽ security should be provided to communication over internet so that the messages are not intercepted and modified by hackers. Security എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടാനോ മോഡിഫൈ ചെയ്യാനോ പാടില്ല. അത് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെക്യൂരിറ്റി. നമുക്ക് ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇനി വിശദമായി കാണാം. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സാധാരണ രീതിയിൽ ക്ലയൻറ്റിൽ നിന്നും വെബ് സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓതൻറ്റിക്കേഷൻ മസ്റ്റല്ല. നമുക്ക് ശരിക്കുള്ള ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റ് ടു സെർവർ തന്നെയല്ലേ. നമ്മൾ പല കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നു. പല വെബ്സൈറ്റ്സിൽ നിന്നും പല ഡേറ്റാസ് എടുക്കുന്നുണ്ട്. അവിടെ എല്ലാം ഓതൻറ്റിക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെബ് ബേസ്ഡ് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഓർ ഇമെയിൽ സർവീസസ് ഓതൻറ്റിക്കേഷൻ ഈസ് മസ്റ്റ്. അതായത് വെബ് ബേസ്ഡ് ബാങ്കിങ് ആപ്ലിക്കേഷൻസോ ഇമെയിൽ സർവീസസോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആവണം. അതുകൊണ്ട് തന്നെ ഓതൻറ്റിക്കേഷൻ വേണം, അതുപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓതൻറ്റിക്കേഷന് വേണ്ടി നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഒരു ക്ലയൻറ്റ് സെർവറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് ആദ്യം തന്നെ യൂസർ നെയിമും പാസ്വേഡും സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസർ നെയിമും പാസ്വേഡും സെൻഡ് ചെയ്യുമ്പോൾ അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത അതേ മെസ്സേജ് അതുപോലെ തന്നെ സെൻഡ് ആക്കിയാൽ അവിടെ ഹാക്കേഴ്സിൻ്റെ അറ്റാക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും മറ്റൊരാൾ ചോർത്തിയെടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഹാക്കർ അറ്റാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. ഇതിനെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു ഫോമിലാക്കിയാണ് സെൻഡ് ചെയ്യുക. അതിന് പറയുന്നൊരു പേരാണ് എൻക്രിപ്ഷൻ. Data, username data and password data is encrypted to another form. പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റി എൻകോഡ് ചെയ്തുകൊണ്ട് ആ ഡേറ്റയാണ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിനെ മറ്റൊരു കോഡ് രൂപത്തിലാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ. The process of converting a plain text into an encoded form is known as encryption. അങ്ങനെ മാറ്റിയ ഡേറ്റ അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ഫോമിലാക്കിയ ഡേറ്റയാണ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നു. ദാറ്റ് പ്രോട്ടോക്കോൾ ഈസ് നോൺ ആസ് HTTPS പ്രോട്ടോക്കോൾ. HTTP പ്രോട്ടോക്കോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അത് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി വെബ് പേജസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് HTTP സെക്യൂർ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്നാണ് ഈ ഒരു പ്രോട്ടോക്കോളിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻക്രിപ്റ്റ് ചെയ്യുന്നു, അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് HTTPS ആയത്? HTTPയോടൊപ്പം സെക്യൂർ സോക്കറ്റ് ലെയർ
കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് സെക്യൂർ സോക്കറ്റ് ലെയർ? It is a standard security technology for establishing an encrypted connection between computers on internet. So what is secure socket layer? ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് ഇടയിൽ ഒരു എൻക്രിപ്റ്റഡ് കണക്ഷൻ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ് SSL. HTTPയോടൊപ്പം SSL കൂടെ ചേരുമ്പോൾ നമുക്ക് HTTPS എന്നുള്ള പ്രോട്ടോക്കോൾ കിട്ടുന്നു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HTTPS? Hypertext Transfer Protocol Secure. What is SSL? SSL is a standard security technology. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? For establishing an encrypted connection between computers on internet. ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എൻക്രിപ്റ്റഡ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ്. ഒരു സ്റ്റാൻഡേർഡ് സുരക്ഷിതമായ ഒരു സ്റ്റാൻഡേർഡ് ടെക്നോളജിയാണ് സെക്യൂർ സോക്കറ്റ്സ് ലെയർ. HTTP എന്ന പ്രോട്ടോക്കോളിന് SSLൻ്റെ സെക്യൂരിറ്റി ക്യാപ്പബിലിറ്റീസ് കൂടെ കിട്ടിക്കഴിയുമ്പോൾ HTTPS എന്നുള്ള പ്രോട്ടോക്കോൾ നമുക്ക് കിട്ടുന്നു. SSL പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ it not only ensures privacy but also ensures that no other website can impersonate the user's login account nor alter the information sent. SSL പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല അഡ്വാൻറ്റേജ്, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റൊരു വെബ്സൈറ്റിനും ചോർത്തിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആണ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ലോഗിൻ അക്കൗണ്ട് എന്നും പറയാം. ഒരു യൂസറിൻ്റെ ലോഗിൻ അക്കൗണ്ട് മറ്റൊരു വെബ്സൈറ്റിന് ചോർത്തിയെടുക്കാനും ചേഞ്ച് ചെയ്യാനും ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സെക്യൂർ സോക്കറ്റ്സ് ലെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഈ രീതിയിൽ ഒരു എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധ്യമാകുന്നു എന്ന് നോക്കാം. When the browser requests for a secure web page, the server first returns its SSL certificate. ഒരു ക്ലയൻറ്റ് ഓർ ദി ക്ലയൻറ്റ് ബ്രൗസറിലൂടെയാണ് സെർവറിൽ റിക്വസ്റ്റ് പാസ് ചെയ്യുക. അപ്പോൾ ഒരു ബ്രൗസർ ഒരു വെബ് സെർവറിലേക്ക് ഒരു വെബ് പേജ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ ആദ്യം സെർവർ തിരിച്ച് സെൻഡ് ചെയ്യുന്നത് സെർവറിൻ്റെ SSL സർട്ടിഫിക്കറ്റാണ്, സെക്യൂർ സോക്കറ്റ്സ് ലെയർ സർട്ടിഫിക്കറ്റാണ്. The browser then verifies whether this certificate is valid by checking it with the corresponding certification authority. അപ്പോൾ സെർവറിൽ നിന്നും SSL സർട്ടിഫിക്കറ്റ് ബ്രൗസർ സ്വീകരിച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് ബ്രൗസർ വെരിഫൈ ചെയ്യുന്നു. It verifies whether this certificate is valid. ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ളത് ബ്രൗസർ വെരിഫൈ ചെയ്യുന്നു. SSL സർട്ടിഫൈ ചെയ്യുന്ന അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ അതോറിറ്റീസുമായി ചെക്ക് ചെയ്തിട്ടാണ് ഒരു ബ്രൗസർ SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സർട്ടിഫിക്കേഷനും അതുപോലെ അതിൻ്റെ വെരിഫിക്കേഷനുമൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ ഒരു എക്സാമ്പിളാണ് വെരിസൈൻ ഇങ്ക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഉണ്ട്. ബാങ്കിങ് വെബ്സൈറ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ SSL സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതും അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും വെരിസൈൻ ഇങ്ക് എന്നുള്ള സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ്. അത് നമുക്ക് ഇവിടെ എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് കണ്ടാൽ ബ്രൗസർ എന്ത് ചെയ്യുന്നു? ഇഫ് ആൻ SSL സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ്, ദ ബ്രൗസർ സ്റ്റാർട്ട്സ് ആൻ എൻക്രിപ്റ്റഡ് സെഷൻ. അപ്പോൾ വാലിഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻക്രിപ്ഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ബ്രൗസറും സെർവറും ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റാസ് എല്ലാം തന്നെ എൻക്രിപ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ പറയുന്നത്.
ഒരു സെക്യൂർ സെഷൻ തുടങ്ങാനുള്ള റിക്വസ്റ്റ് ആദ്യം ബ്രൗസർ സെർവറിന് കൊടുക്കുന്നു. അതിൻ്റെ ഫലമായി സെർവറിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ബ്രൗസറിന് സെൻഡ് ചെയ്യുന്നു. ബ്രൗസർ അത് റിസീവ് ചെയ്യുന്നു. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടുള്ള അതോറിറ്റിയുമായാണിത് ചെക്ക് ചെയ്യുന്നത്. ഒരു SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രൗസർ ഒരു എൻക്രിപ്റ്റഡ് സെഷൻ തുടങ്ങുന്നു. അതിനുശേഷം സെർവറും ബ്രൗസറും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എല്ലാം തന്നെ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സീറോസും വൺസും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്ച്വൽ ഡേറ്റ സീറോസും വൺസുമായി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നോർമൽ ഫോമിലല്ല, പ്ലെയിൻ ടെക്സ്റ്റായിട്ടല്ല ട്രാൻസ്മിഷൻ നടത്തുക, ഒരു എൻകോഡഡ് ഫോമിലാണ്. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇമേജിനുള്ളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അഡ്രസ് ബാറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിക്കുന്നു. HTTPS പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. ദിസ് വെബ്സൈറ്റ് ഈസ് വെരിഫൈഡ് ബൈ വെരിസൈൻ ഇങ്ക് എന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന അതോറിറ്റിയുടെ പേരാണ് വെരിസൈൻ ഇങ്ക്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ SSL സർട്ടിഫിക്കറ്റ്. ഓൺലൈൻ SBI എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന SSL സർട്ടിഫിക്കറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്. ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ സെല്ലറിൻ്റെ വെബ് സെർവറും ബാങ്കിൻ്റെ വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ സെല്ലർ ഓർ മർച്ചൻ്റ് വെബ് സെർവറും ബാങ്ക് വെബ് സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് മുന്നേ അത് ഓതൻറ്റിക്കേറ്റഡ് ആണ് എന്നുള്ളത് ബോധ്യമാകേണ്ടതുണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. സെർവേഴ്സ് ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായതിന് ശേഷം ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്താണ് രണ്ട് സെർവേഴ്സും ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പുതുതായി മറ്റൊരു സെർവർ ഉപയോഗിക്കുന്നു ബൈ ദ നെയിം പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇപ്പോൾ ഈ തേർഡ് സെർവറിന് പറയുന്ന പേര് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നാണ്. വാട്ട് ഈസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ? ഇറ്റ് ഈസ് എ സെർവർ ദാറ്റ് ആക്ട്സ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചൻറ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ ആൻഡ് ട്രാൻസ്ഫേഴ്സ് മണി in an encrypted format whenever an online payment or money transfer is made. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഒരു സെർവറാണ്. മർച്ചൻറ്റ് സെർവറിനും ബാങ്ക് സെർവറിനും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജായി ആക്ട് ചെയ്യുന്ന ഒരു സെർവറാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇത് ഉപയോഗിക്കുന്നത് വഴി ഓൺലൈൻ പേയ്മെൻറ്റ് ഓർ മണി ട്രാൻസ്ഫർ നടത്തുമ്പോൾ അതൊരു എൻക്രിപ്റ്റഡ് ഫോമാറ്റിൽ നടത്താൻ മർച്ചൻറ്റ് സെർവറിനെയും ബാങ്ക് സെർവറിനെയും സഹായിക്കുന്ന ഒരു സെർവറാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ആ ഒരു എൻഡ് ടു എൻഡ് ഓൺലൈൻ ട്രേഡിംഗ് പ്രോസസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു യൂസർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അത് മർച്ചൻറ്റ് വെബ് സെർവർ സ്വീകരിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് കൺഫേം ചെയ്യാനായി യൂസറിൻ്റെ ബാങ്ക് വെബ് സെർവറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവിടെ കൺഫർമേഷൻ ആയതിനു ശേഷം യൂസറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാങ്കിൻ്റെ റെസ്പോൺസ് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് അയക്കുന്നു. പേയ്മെൻറ്റ് ഗേറ്റ്വേ അത് മർച്ചൻറ്റ്സ് വെബ് സെർവറിലേക്ക് അയക്കുന്നു. മർച്ചൻറ്റ്സ് വെബ് സെർവർ അത് യൂസറിന് അയക്കുന്നു. ഈ ഒരു രീതിയിലാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് പ്രോസസ്സ് ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്.